ആളുകൾ ദൈവത്തിനെ കാണാൻ എന്തെല്ലാം ചെയ്യുന്നു? ദൈവങ്ങളുടെ ആശ്രമത്തിൽ പോകുന്നു, അഗർബത്തി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ, അമ്പലങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു. പക്ഷെ ഇവരെല്ലാം മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അതെ, ഒരല്പസമയം സ്വന്തം തോട്ട്സിനൊപ്പം സൈലന്റ് ആയിരിക്കാനുള്ള ആ മനസ്സ്. പറഞ്ഞു കേട്ടിട്ടില്ലേ, ദൈവം എന്നിലുണ്ട്, നിന്നിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവം ഉണ്ടെന്നൊക്കെ. എങ്കിൽ ഉള്ളിലുള്ള ദൈവത്തിന് വേണ്ടി എന്തിനാ നമ്മൾ പുറത്തു പോകണം? അങ്ങനെ പറഞ്ഞ നീൽ ഡൊണാൾഡ് വാഷിന്റെ കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്ന ബുക്കിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്രിൻറ്റോ ദ എൻസോ. ഇന്ന് നമ്മുടെ ഒരു ബുക്ക് റിവ്യൂ ആണ്. നമ്മളെ ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ പാസ്റ്റിനെ വെച്ചാൽ, മറ്റുള്ളവർ അവരുമായിട്ടുണ്ടായിരുന്ന മൊമെന്റ്സിനെ വെച്ച്. ഇങ്ങനെ കോൺസ്റ്റന്റ് ജഡ്ജ്മെന്റിനിടയിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ മറന്നു പോകുന്നു എന്നാണ് ഈ ബുക്ക് പറയുന്നത്. ഞാൻ ദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന ഓരോ ആചാരങ്ങളുടെയും പുറകിൽ എന്തെങ്കിലും ഒരു ചെറിയ അറിവുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൈവവിശ്വാസത്തിനെ ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തി അതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പല കാര്യങ്ങളും ഈ ആളുകൾ ചെയ്യുന്ന പോലെയല്ല എന്നത് നമുക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു വർക്ക് ഫ്ലോയെ പറ്റി. അതായത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അനാവശ്യ പ്രഷർ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ വർക്ക് കപ്പാസിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ചെയ്യാൻ കൊടുക്കാം. അത് ഈ ദൈവവിശ്വാസികൾ എങ്ങനെ പറയുന്നത്, ദൈവമാണ് പരമാനന്ദം എന്നൊക്കെ പറയുമ്പോൾ, ആ പരമാനന്ദത്തിൽ നിന്ന് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയും. നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെ ഒരുപാട് അറിവുകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഇൻറ്റ്യൂഷൻ എന്താണ്? നമുക്ക് ദേജാവു എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ദേജാവുവിൽ നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മളുടെ സിറ്റുവേഷൻ മാത്രമല്ല, ആ സിറ്റുവേഷനിൽ നമ്മൾ കൂടാതെ അപ്പുറത്തുള്ളവർ എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, അവരെന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, ഇതെല്ലാം എങ്ങനെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു? എൻ്റെ ഒരു തിയറി ഇതാണ്. അതായത് ടൈം ട്രാവലിംഗ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഭാവിയിൽ എന്തോ ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ടുള്ളതാകുന്ന ടൈം ഗ്ലിച്ചുകളാണ് ഈ ദേജാവു. ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. എൻ്റെ കയ്യിൽ സപ്പോർട്ട് ചെയ്യാൻ എവിഡൻസ് ഒന്നും എന്നോട് ചോദിക്കരുത്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പറയും വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ആ പവറിനെ ഹാർനസ് ചെയ്യാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനുള്ള അറിവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ കോൺവെർസേഷൻസ് വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത്, അതായത് നമ്മൾ എന്താണ് ദൈവത്തിനെക്കുറിച്ച് വിചാരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, അങ്ങനത്തെ ആ ഒരു ഫ്ലോയാണ് ഈ ബുക്ക്. ഇതിൽ നമ്മൾ എവിടെ വിചാരിക്കുന്ന ദൈവം ഉണ്ടെന്ന്, അതാണ് ദൈവം. ചിലർ വിചാരിക്കുന്ന അമ്പലത്തിലാണ് ദൈവം, അവർക്ക് അമ്പലത്തിലാണ് ദൈവം. ചിലർക്ക് പള്ളിയിലാണെന്ന് അവർ വിശ്വസിക്കുന്നു, അവർക്ക് അവിടെയാണ് ദൈവം. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ഈ ഒരു ഹയർ ഇൻ്റലിജൻസ്, നമ്മളെക്കാൾ കൂടുതൽ അറിവ് ഉള്ള ഒരു എൻറ്റിറ്റി. അപ്പോൾ അതുപോലും നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ എന്തെവിടെയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവം. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെക്കാൾ ഒരു ഹയർ ഇൻ്റലിജൻസ് ആണ് ദൈവം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത ബുക്ക് റിവ്യൂ ആയിട്ടുള്ള മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിയാൽ ഏകദേശം ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. ഒരു ഹൈ ഇൻ്റലിജൻസിൽ നിന്ന് നമ്മളിലേക്ക് അറിവ് വരുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഈ ഇൻറ്റ്യൂഷനൊക്കെ. ഒരുപക്ഷെ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടാവും, ഇവൻ എന്ത് വട്ടൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം പ്യുവർ തിയറീസ് മാത്രമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ദൈവം അവിടെയാണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് എനിക്ക് ദൈവം ഇങ്ങനെയാണ് എന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ. ഇതെല്ലാം എൻ്റെ തോട്ട്സ് മാത്രമാണ്. ഇനി ആ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ, ഒന്ന്, ഒരു ദിവസം എപ്പോഴും ഒരു ഫോണോ കാര്യങ്ങളോ ഡിസ്ട്രാക്ഷനോ ഒന്നുമില്ലാതെ മിനിമം ഒരു 5-10 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നതാവാം, എന്തു തന്നെ ആവാം. പക്ഷേ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. നിങ്ങളും നിങ്ങളുടെ തോട്ട്സും മാത്രം. 2, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലൊരു പോസിറ്റീവ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജോലി പോയി, ഓക്കെ, ആ ജോലി അല്ലല്ലോ ഞാൻ കളയാനിരുന്നതാണ്. അല്ലെങ്കിൽ ഇതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്, പുതിയ വഴി എന്നിലേക്ക് തുറന്നു വരുന്നത്. അങ്ങനെ 2, നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. അതായത് എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടാവണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ എന്തു തന്നെയാണെങ്കിലും, എത്ര ടെംപ്റ്റിംഗ് ആയി തോന്നിയെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യരുത്. അങ്ങനെ ഒരു സെൽഫ് റൂൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ആസ് എ പേഴ്സൺ നമ്മുടെ ഇൻറ്റഗ്രിറ്റിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്.
പിന്നെ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ പഠിച്ച ഒരു പാഠം ഈ ബുക്കിൽ നിന്നാണ്. അതായത് ടെമ്പററി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യരുത്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം. ഈ ബുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവും സന്തോഷവും നമുക്ക് എവിടെ കിട്ടുന്നു, ആ മൊമെന്റ്സിനെ കൂടുതൽ എംബ്രേസ് ചെയ്യുക, ആ മൊമെന്റ്സ് കൂടുതൽ ജീവിതത്തിൽ നിറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു കോൺവെർസേഷൻ എന്നാണ് ഈ ബുക്കിൻ്റെ ഇതിവൃത്തം. ഈ ബുക്കിന് അവസാനം എൻ്റെ മനസ്സെന്നോട് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ജീവിതമാണ്, പല ചലഞ്ചസും വരും. ആ ചലഞ്ചസിൽ നിന്ന് നിങ്ങൾ ഓടി മറയരുത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ എത്തിക്സിൽ നിന്ന് നിരക്കാത്തത് വന്നേക്കാം. അത് നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു സെൽഫ് റൂൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊപ്പം നിൽക്കുക. എത്ര ടെംപ്റ്റിംഗ് ആണെങ്കിലും അത് ചെയ്യാതിരിക്കുക. ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവേത് അത് കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സ്വന്തം ചിന്തകളുമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരും